കലാപ്രതിഭകൾ ചിരിക്കാനും ചിന്തിപ്പിക്കാനും നമുക്ക് മുന്നിൽ അണിനിരക്കുന്നു. അനുകരണം ഒരു കലയാണ്. നമ്മൾ മലയാളികൾ അതിൽ മുൻപന്തിയിലാണ്. ഇവിടെ ഞങ്ങളും അനുകരിക്കുന്നു. നമ്മുടെ ഇടവക ദിനാഘോഷത്തിൽ പങ്കുചേരാനായി നമ്മുടെ ഇടവകയിലേക്ക് കുറച്ച് മഹത് വനിതകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നു. നിങ്ങൾ കൈയടിച്ച് അവരെ സ്വീകരിക്കണം. ആദ്യമായി എത്തുന്നു. പാരിഷ് കൗൺസിലിന്റെ ഇലക്ഷൻ നടക്കുമ്പോൾ പ്രസിഡന്റ് ആകണമോ സെക്രട്ടറി ആകണമോ എന്ന് ആലോചിച്ച് ഇലക്ഷൻ കഴിയുന്നതുവരെ പള്ളിമുറ്റത്ത് പോലും കാലുകുത്താത്ത പാറമടയിൽ നിന്നും വരുന്ന പാറ പോലെ നെഞ്ചുറപ്പുള്ള ശോലമ്മ. അടുത്തതായി എത്തുന്നു. ആതുര സേവന രംഗത്ത് മികവ് തെളിയിച്ച് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയവരുടെ കൂടെ ജോലി ചെയ്ത് സ്വന്തമായി ഒരു അവാർഡ് പോലും വാങ്ങാതെ ഹോം ന്യൂസായി ജോലി ചെയ്യുന്ന മണ്ണാർമൂലയിൽ നിന്നും വരുന്ന ലിൻസമ്മ. ഇനി നമുക്ക് മുമ്പിലെത്തുന്നു. കായിക മേഖലയിൽ സ്വർണവും വെള്ളിയും വെങ്കലവും മൺകലവും വാങ്ങി നമ്മുടെ രാജ്യത്തിന് അഭിമാനം നേടിക്കൊടുത്ത വനിതകൾക്ക് കയ്യടി കൊടുത്ത് പ്രോത്സാഹിപ്പിച്ച് കൈക്കുളം തെറ്റിപ്പോയ ചാമക്കാലയിൽ നിന്നും വരുന്ന ശൈലമ്മ. ഇനി നമുക്ക് മുമ്പിലെത്തുന്നു. സൗന്ദര്യ മത്സരത്തിൽ ഐശ്വര്യ റായിയെ പോലും വെല്ലുന്ന സൗന്ദര്യം തനിക്ക് മാത്രമാണ് ഉള്ളതെന്ന അഹങ്കാരത്തോടെ മേക്കപ്പ് ചെയ്ത് നടക്കുന്ന നമ്മുടെ റാണി മേരി. അവസാനമായിരുന്നു പാചകക്കലയിൽ മിസസ് കെയർ മാത്യുവിനെ പോലും വരുന്ന കൈപുണ്യമാണ് തനിക്കുള്ളതെന്ന് ആത്മപ്രശംസ നടത്തുന്ന ഒരു എക്സിക്യൂട്ടീവ് ഷെഫാണെന്ന് അഹങ്കരിക്കുന്ന തൃശ്ശൂരിൽ നിന്നും വരുന്ന ഡാർലി. ഇവർക്ക് സംഗീതത്തിൽ പിച്ചും സംഗതിയും ഒന്നുമില്ലെങ്കിലും സംഗീതത്തിൽ വളരെ പ്രശസ്തരാണെന്ന അഹങ്കാരം കൈമുതലുള്ളവരോട് എന്ത് ചോദിച്ചാലും സംഗീതത്തിലൂടെ മാത്രമേ ഉത്തരം പറയുകയുള്ളൂ. എന്തായാലും നിങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹം. ഇനി നിങ്ങളുടെ കുടുംബവിശേഷങ്ങളിലേക്ക് കടന്നാലോ? ആട്ടെ, നിങ്ങളെല്ലാവരും വീട്ടമ്മമാരല്ലേ? ആദ്യമായി നിങ്ങളുടെ ഭർത്താക്കന്മാരെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്?
എന്നാ നിങ്ങളുടെ അമ്മായിമ്മയെ കുറിച്ചൊന്ന് കേക്കട്ടെ. ആൾക്കാര് മോശമില്ലല്ലോ. ആട്ടെ, നിങ്ങളുടെ ഇടവക പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? അത് കലക്കി. എന്നാ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ. കൂടുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ കുടുംബം. കുടുംബത്തെ കുറിച്ച് കൊച്ചനല്ലൂർ ഇടവകയിലെ അമ്മമാരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അനുഗ്രഹത്തിൻ അധിപതി അനന്തകൃപാ തിരുനദി അനുഗ്രഹത്തിൻ അധിപതി അനന്തകൃപാ തിരുനദി. നമ്മളെല്ലാവരും മാർത്തോമ നസ്രാണികളല്ലേ? ഏത് കാലഘട്ടത്തിൽ ജീവിച്ചാലും നമ്മുടെ പാരമ്പര്യം നമ്മൾ മറക്കാതെ കാത്തു സൂക്ഷിക്കണം. അതെ, ആ ഓർമ്മയിലൂടെ നമുക്കെല്ലാവർക്കും കൈകോർക്കാം. നാട്ടാരും വീട്ടാരും ഒന്നായി നിന്നെ കാണുമ്പോൾ ചന്തം പകർന്നിടം